ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. 3 to 1 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മാംഗോ ഐസ്ക്രീമിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പഴുത്ത മാങ്ങയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാം. ആദ്യം നമുക്ക് മാങ്ങ അടിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. മാങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ലോ സ്പീഡിൽ 1 മിനിറ്റ് നേരം അടിച്ചെടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ സ്പീഡിലിട്ട് സ്റ്റിഫ് ആവണ വരെ അടിച്ചെടുക്കാം. ക്രീം സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചായി മാങ്ങ അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. സ്പാറ്റിൽ വെച്ചാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അടിച്ച മാങ്ങ മുഴുവനായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. കുറച്ച് കളർ കുറവുണ്ട്. ടൈഗറിന്റെ മാംഗോ മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 5-6 തുള്ളികൾ ചേർത്ത് കൊടുക്കാം. കളർ നിർബന്ധമില്ല. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാംഗോ മിക്സ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കാം. ഇത് 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം. ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. മാംഗോ ഐസ്ക്രീം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്